അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പേരിൽ പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് PISO ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് ഇൻപുട്ട് പാരലായിട്ട് കൊടുക്കണം, ഔട്ട്പുട്ട് സീരിയലായിട്ട് എടുക്കണം. പാരലായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരലൽ ഔട്ട് നിങ്ങൾ കണ്ടായിരുന്നു. അതായത് നമ്മൾ ഇൻപുട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കും. ഇൻപുട്ട് നമ്മൾ ഒരു മിനിറ്റ് ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഒരു മിനിറ്റ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള നമുക്കകത്ത് ഇൻപുട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഇൻപുട്ട് നമ്മൾ പാരലായിട്ട് നമ്മളിവിടെ കൊടുക്കും. നമ്മൾ ഔട്ട്പുട്ട് ഇവിടുന്ന് പാരലായിട്ട് തന്നെ എടുക്കുന്ന പരിപാടിയായിരുന്നു ഏത് നമ്മുടെ പാരലൽ ഔട്ട് എന്ന് പറഞ്ഞ സാധനം. ഇവിടെ നമ്മൾ സീരിയൽ ഔട്ടോ നമ്മൾ ഇൻപുട്ട് ഇവിടെ സീരിയലായിട്ട് കൊടുക്കും, ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് അടുത്തേക്ക് കൊടുക്കും. അങ്ങനെ സീരിയലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന അവസാനം ഇവിടെ ഔട്ട്പുട്ട് എടുക്കുവാണെങ്കിൽ അതാണ് സീരിയലി ഔട്ട്പുട്ട് എടുക്കുന്നത്, സീരിയൽ ഔട്ട്. അപ്പോൾ ഇവിടെ അത് രണ്ടും നമ്മൾ പഠിച്ചു. അതായത് പാരലലി ഇൻപുട്ട് കൊടുത്തിട്ട് പാരലലി ഔട്ട്പുട്ട് എടുക്കുന്നതും സീരിയലി ഇൻപുട്ട് കൊടുക്കുക സീരിയലി ഔട്ട്പുട്ട് എടുക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് എന്തുവാണ്, പാരലലി ഇൻപുട്ട് കൊടുക്കണം, പാരലലി ഔട്ട്പുട്ട് എടുക്കണം. അതാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇവിടെ കേസിൽ പാരലലി ഇൻപുട്ട് കൊടുക്കണം, സീരിയലി ഔട്ട്പുട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ പാരലായിട്ട് ഇതിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റണം, സീരിയലായിട്ട് ഡേറ്റ ഔട്ട്പുട്ടിലേക്ക് എടുക്കാനും പറ്റണം. അപ്പോൾ ഇത് രണ്ടും കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്പെഷ്യൽ സർക്യൂട്ടറി, ഈ കാണിച്ചിരിക്കുന്ന സ്പെഷ്യൽ സർക്യൂട്ടറി നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു കൺട്രോൾ സിഗ്നൽ ഉണ്ട്. ഷിഫ്റ്റ്/ലോഡ് ബാർ എന്നാണ് നമ്മുടെ കൺട്രോൾ സിഗ്നലിൻ്റെ പേര്. ഈ രാവിലെ കൊടുത്തേക്കുന്ന ഈ കൺട്രോൾ സിഗ്നലിൻ്റെ പേരെന്ന് പറയുന്നത് ഷിഫ്റ്റ്/ലോഡ് ബാർ എന്നാണ്. അതായത് ഈ സിഗ്നലിൻ്റെ വാല്യൂ 1 ആണ്, അല്ലെങ്കിൽ 0 ആവാം. കൊടുക്കുന്നത് 1 ആണ് എന്ന് സംഭവിക്കും, 0 ആണെങ്കിൽ എന്ന് സംഭവിക്കും എന്നുള്ളത് അനുസരിച്ചാണ് കൺട്രോൾ സിഗ്നൽ ഷിഫ്റ്റ് ആണോ ലോഡ് ബാർ ആണെന്നുള്ളത് വർക്ക് ചെയ്യുന്നത്. ലോഡിങ് ആണോ നടക്കുന്നത്, ഷിഫ്റ്റിംഗ് ആണോ നടക്കുന്നത് അറിയുന്നത്. അപ്പോൾ പാരലൽ ഇൻപുട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുക. പാരലൽ ഇൻപുട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്റ്റോർ ചെയ്യുകയാണ്. അതെന്ന് പറയുന്നത് ഏത് ഫംഗ്ഷനാലിറ്റിയാണ്, ലോഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റിയാണ്. അതിനുശേഷം ഔട്ട്പുട്ട് സീരിയലി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏത് ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നത്, ഷിഫ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഈ കൺട്രോൾ സിഗ്നലിനകത്ത് നമ്മൾ 1 കൊടുത്താൽ എന്ത് സംഭവിക്കും, 0 കൊടുത്താൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് നമ്മളിപ്പം ഈ കൺട്രോൾ സിഗ്നലിനകത്ത് 0 ആയാൽ കൊടുത്തതെന്ന് വിചാരിക്കുക. ഈ കൺട്രോൾ സിഗ്നലിനകത്ത് നമ്മൾ 0 ആയാൽ കൊടുത്തതെന്ന് നമ്മൾ വിചാരിക്കുക. എന്താ സംഭവിക്കും, മേളത്തെ ലൈനിൽ നമ്മളൊരു ഇൻവേർട്ടർ നോട്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, ശരിയല്ല? ഇത് 0 ആണ്. മേളത്തെ ലൈനിൽ ഒരു ഇൻവേർട്ടർ കൊടുത്തിട്ടുണ്ട്, നോട്ട് ഗേറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ മേളത്തെ ഈ ലൈൻ ഫുൾ എന്തുമായിരിക്കും, ഈ മേളത്തെ ലൈൻ ഫുൾ എന്തുമായിരിക്കും, 1 ആയിരിക്കും. ഇൻപുട്ട് 0 ആണ്, നമ്മൾ കൊടുത്തേക്കുന്ന നോട്ട് ഗേറ്റ് ആയതുകൊണ്ട് ഈ മേളത്തെ ലൈനിൽ ഫുൾ എന്തുമായിരിക്കും, 1 ആയിരിക്കും. അതേസമയം ഈ താഴത്തെ ലൈൻ ഫുൾ എന്തുമായിരിക്കും, 0s ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ 0 കൊടുത്തു, ഒരു ഇൻവേർട്ടർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ മേളത്തെ ലൈനിൽ ഫുൾ എന്തുമായിരിക്കും, 1 ആയിരിക്കും. താഴത്തെ ലൈനിൽ ഫുൾ എന്തുമായിരിക്കും, 0 ആയി നമുക്ക് ആയിരിക്കും. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും, താഴത്തെ ലൈൻ ഫുൾ 0 ആണ്. ഓക്കെ, ഇവിടെ എങ്ങനെ കണക്ഷൻ വന്നേക്കുന്നത് നമ്മൾ നോക്കിക്കേ. ഇവിടെ എങ്ങനെ കണക്ഷൻ വന്നേക്കുന്നത്, ഇവിടെ 2 ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റാണ് കൊടുത്തേക്കുന്നത്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് പോയേക്കുന്നതും നമ്മുടെ സർക്യൂട്ടറി എന്ന് പറയുന്നത് 2 ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റുമാണ്. അതിൽ ലെഫ്റ്റ് സൈഡിലെ ആൻഡ് ഈ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിലെ ഈ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നതിനകത്തെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നുള്ള ഇൻപുട്ടും ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ ലൈനിൽ നിന്നുമാണ്. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ 3 ആൻഡ് ഗേറ്റിൻ്റെയും 2 ഇൻപുട്ടുകൾ വീതം ഉണ്ടല്ലോ. അതിൽ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടെന്നും അതാണ് കൊടുത്തേക്കുന്നത്. അതായത് ഈ ആൻഡ് ഗേറ്റ് ഫസ്റ്റിലത്തെ ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തേക്കുന്നത് ഇവിടുന്നാണ്. സെക്കൻഡ് ആൻഡ് ഗേറ്റിലെ ഇൻപുട്ട് എങ്ങനെ കൊടുത്തേക്കുന്നത് ഇവിടുന്ന്, തേർഡിൻ്റെ ഇവിടുന്ന്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും ആദ്യത്തെ ഈ ലെഫ്റ്റ് സൈഡിലെ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് നമ്മുടെ എവിടുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി അല്ലാതെ ആ ആൻഡ് ഗേറ്റിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷിഫ്റ്റ് നമ്മൾ കൺട്രോൾ സിഗ്നലിൻ്റെ താഴത്തെ ലൈൻ, അതായത് 0 ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ലൈനാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എന്താണ്, ഓക്കെ നമ്മൾ കൊടുത്തു, നമ്മൾ അതിന് ചെയ്യാനുള്ളത് ചെയ്തു. ഇനി എങ്ങനെ സംഭവിക്കും, ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിലേക്ക് എന്ത് വരുള്ളൂ, 1 വരുള്ളൂ. ശരിയാണല്ലോ? നമ്മൾ അതിൻ്റെ ഡിഫോൾട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ലെഫ്റ്റിലെ ആൻഡ് ഗേറ്റ് നോക്കിയേ, അതിൻ്റെ ഒരു ഇൻപുട്ട് ഓൾറെഡി 0 ആണ്. ആ ഇൻപുട്ട് ഓൾറെഡി 0 ആണെങ്കിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് വരുന്ന ഇൻപുട്ടിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരുന്നാലും അതിൻ്റെ ഒരു 0 ആയാലും 1 ആയാലും ഔട്ട്പുട്ട് എന്തുമായിരിക്കും, 0 ആയിരിക്കും.
അതായത് ആ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്തായാലും സീറോ ആണ്. കാരണം നമ്മൾ ഈ കൺട്രോൾ സിഗ്നലിൽ കൊടുക്കുന്ന സീറോ ആയതുകൊണ്ട് താഴത്തെ ലൈൻ ഫുൾ സീറോ ആണ്. ഈ ആൻഡ് ഗേറ്റിൻ്റെ മാത്രമല്ല ഈ ആൻഡ് ഗേറ്റിൻ്റെയും ഈ ആൻഡ് ഗേറ്റിൻ്റെയും ഈ ആൻഡ് ഗേറ്റിൻ്റെയും ഓരോ ഇൻപുട്ട് വീതം സീറോ ആണ്. ഓരോ ഇൻപുട്ട് സീറോ ആയിട്ടുണ്ടെങ്കിൽ മറ്റേ ഇൻപുട്ട് എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും അടുത്ത ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൻഡ് ഗേറ്റ് എന്തോ ചെയ്യത്തില്ല, ഇതിപ്പോൾ ഇതിൻ്റെ വാല്യൂ സീറോ എടുക്കുമ്പോൾ ഈ ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യത്തില്ല. ശരിയാണല്ലോ? അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ വാല്യൂ സീറോ ആണ്. ഈ രണ്ടാമത്തെ ഈ ആൻഡ് ഗേറ്റ് നോക്കി, റൈറ്റ് സൈഡിലെ ആൻഡ് ഗേറ്റ് നോക്കി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൈറ്റ് സൈഡിലെ ആൻഡ് ഗേറ്റ് നോക്കിയേ. ആ റൈറ്റ് സൈഡിലെ ആൻഡ് ഗേറ്റിനും രണ്ട് ഇൻപുട്ട് വീതമുണ്ട്. അതിലെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ മേളത്തെ ലൈനിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് മേളത്തെ ലൈനിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ ഇൻപുട്ടിലാണ് നമ്മുടെ ഇൻപുട്ട് ശരിക്കും കൊടുത്തേക്കുന്നത് B1 B2 B3 B1 B2 B3 കൊടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മുടെ കൺട്രോൾ സിഗ്നൽ സീറോ ആയിരുന്നു. ഇവിടെ ഇൻവേർട്ടർ ഉള്ളത് കൊണ്ട് ഈ മേളത്തെ ലൈനിൽ ഫുൾ എന്തുമായിരുന്നു? 1 ആണ്. വിച്ച് മീൻസ് ഈ റൈറ്റ് സൈഡിലെ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടുകൾ, ഈ ആൻഡ് ഗേറ്റുകളുടെ എല്ലാം ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തുവാണ്? 1 ഈ 1 ആണ് ഒരു ഇൻപുട്ട്. ശരിയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1 ആണ്. ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ട് സീറോ ആണെങ്കിൽ എന്താ സംഭവിക്കും? ഈ ആൻഡ് ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിലെ ഈ B1 എന്ന് പറയുന്ന ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻപുട്ട് സീറോ ആണെങ്കിൽ എന്താ ഔട്ട്പുട്ട് വരും? അടുത്ത ഇൻപുട്ട് സീറോ ആണെങ്കിൽ എന്താ ഔട്ട്പുട്ട് വരും? ഈ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1 ആണ്. അടുത്ത ഇൻപുട്ട് സീറോ ആണെങ്കിൽ എന്ത് വരും? സീറോ വരും. ഇത് 1 ആയി തന്നെ ഇരിക്കുകയാണ്. ഈ ഇൻപുട്ട് 1 ആണെങ്കിൽ എന്ത് പറ്റും? 1 വരും. ചുരുക്കം പറഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ അടുത്ത ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. അപ്പോൾ ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ അടുത്ത ഇൻപുട്ട് സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ, അടുത്ത ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കം പറഞ്ഞാൽ B1 എന്താണോ ഡേറ്റ കിടക്കുന്നത്, ഈ ഇൻപുട്ട് 1 ആടുന്നിടത്തോളം കാലം B1 എന്താണോ കിടക്കുന്നത് അത് തന്നെയായിരിക്കും ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഔട്ട്പുട്ട് എവിടെ വരും? ഈ ഓർ ഗേറ്റിലേക്ക് വരും. അത് 1 ആകുമ്പോൾ 1, 0 ആകുമ്പോൾ 0. അപ്പോൾ ആ ഡേറ്റയാണ് എവിടേക്ക് പോകുന്നത്? ഇതിലേക്ക് പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ മേളിലുള്ള B1 ഡയറക്റ്റ്ലി D1ലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ഇക്വലൻ്റ് ആണ്. പക്ഷെ നമ്മൾ ത്രൂ ഒരു സർക്യൂട്ട് കൊടുത്തേക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റ് ബാർ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ സിഗ്നലിൻ്റെ വാല്യൂ 0 കൊടുക്കുവാണെങ്കിൽ B1 B2 B3യിൽ കൊടുക്കുന്ന വാല്യൂ B1ലും B2ലും B3യിലും കൊടുക്കുന്ന എന്താണോ അത് തന്നെയായിരിക്കും എവിടെ വരുന്നത്? D1ലും D2ലും D3യിലും വരുന്നത്. നമ്മുടെ പാരലൽ ഇൻപുട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഷിഫ്റ്റ്/ലോഡ് എന്നുള്ള വാല്യൂ 0 കൊടുക്കുമ്പോൾ നമ്മുടെ B1ലും B2ലും B3യിലും കൊടുക്കുന്ന എന്താണോ വാല്യൂ, അത് 0 ആയാലും ശരി 1 ആയാലും ശരി, അത് തന്നെയായിരിക്കും എവിടെ വരുന്നത്? D1ലും D2ലും D3യിലും. D0യിൽ പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി B0 തന്നെ കൊടുത്തേക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ ഷിഫ്റ്റ്/ലോഡ് ബാറിൻ്റെ വാല്യൂ 0 ആയപ്പോൾ, 0 എന്ന് പറഞ്ഞാൽ ബാർ ഈ ലോഡ് എന്നുള്ള മോഡിലേക്ക് ഇട്ടപ്പോൾ നമ്മുടെ B0യിലും B1ലും B2ലും B3യിലും കിടക്കുന്ന വാല്യൂ എവിടെ വന്നു? D0യിലും D1ലും D2ലും D3യിലും വന്നു. അതാണ് നമ്മുടെ പാരലൽ ഇൻപുട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ എന്തുവാ? ഈ പാരലലി ഇൻപുട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ പാരലലി ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ മാത്രം പോരല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? സീരിയലായിട്ട് ഔട്ട്പുട്ട് എടുക്കണം. പാരലലി ഇൻപുട്ട് മാത്രം കൊടുത്താൽ പോരാ, സീരിയലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ടും കൂടെ എടുക്കണം. സീരിയലായിട്ട് ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡിലേക്ക് ഇട്ടു. എന്തുവാ? 0 കൊടുത്തപ്പോൾ അത് ലോഡ് എന്ന് പറയുന്ന മോഡിലേക്ക് മാറി. അപ്പോൾ നമ്മളിവിടെ പകരം എന്ത് ചെയ്യും? 1 എന്ന് പറഞ്ഞ ഈ കൺട്രോൾ സിഗ്നലിൽ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. ഇവിടെ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും? ഈ താഴത്തെ ലൈൻ ഫുൾ എന്തുവാകും? 1 ആവും. 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഈ താഴെ കൂടെ പോകുന്ന ഈ ലൈൻ ഫുൾ എന്തുമായിരിക്കും? 1 ആവും. മേളിൽ ഇൻവേർട്ടർ ഉള്ളത് കൊണ്ട് മേളത്തെ ലൈൻ ഫുൾ എന്തുമായിരിക്കും? 0 ആയിരിക്കും. താഴത്തെ ലൈൻ ഫുള്ള് 1 ആവും, മേളത്തെ ലൈൻ ഫുള്ള് 0 ആവും. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ മേളത്തെ ലൈൻ ഫുള്ള് 0 ആണെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ ആൻഡ് ഗേറ്റുകളൊന്നും എന്ത് ചെയ്യത്തില്ല? വർക്ക് ചെയ്യത്തില്ല. മുകളിലത്തെ ലൈൻ 0 ആയാൽ റൈറ്റ് സൈഡിലെ ആൻഡ് ഗേറ്റുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. താഴത്തെ ലൈൻ 0 ആയാൽ ലെഫ്റ്റ് സൈഡിലെ ആൻഡ് ഗേറ്റുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ മേളിലത്തെ ഇത് 0 ആയ സ്ഥിതിക്ക് റൈറ്റ് സൈഡിലെ ആൻഡ് ഗേറ്റുകളുടെ വാല്യൂ എല്ലാം എന്തുവാണ്? 0 ആണ്. അത് വർക്ക് ചെയ്യത്തില്ല. പിന്നെ ഏത് ആൻഡ് ഗേറ്റ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ? ലെഫ്റ്റ് സൈഡിലെ ആൻഡ് ഗേറ്റുകൾ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ചുരുക്കം പറയുവാണെങ്കിൽ ഈ പ്രീവിയസ് Q0യിലുള്ള വാല്യൂ ഈ ആൻഡ് ഗേറ്റിൽ കൂടെ കയറി എവിടെ വരും? Q1 വരും. മനസ്സിലാവുന്നുണ്ടോ? മേളത്തെ ആൻഡ് ഗേറ്റിലുള്ള ഒരു മിനിറ്റ് കാണിക്കാം. ഈ മേളത്തെ ആൻഡ് ഗേറ്റിലുള്ള വാല്യൂ നിങ്ങളുടെ കണ്ടോ?
ഈ ഈ ലെഫ്റ്റ് സൈഡിലെ ആൻഡ് ഗേറ്റ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. റൈറ്റ് സൈഡിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഈ Q0 കിടക്കുന്ന സാധനം ഈ ലൈനിൽ കൂടെ കയറി നേരെ ഈ ആൻഡ് ഗേറ്റിൽ കൂടെ വന്ന് അതിൻ്റെ ഔട്ട്പുട്ടിൽ കൂടെ ഇറങ്ങി എവിടെ വരും? D1 വരും. Q1 എങ്ങനെ വരും? ഈ ലൈനിൽ കൂടെ കയറി നേരെ ഈ ആൻഡ് ഗേറ്റിൽ കൂടെ കയറി ഈ ഓർ ഗേറ്റിൽ കൂടെ കയറി എവിടെ വരും? D2 വരും. Q2 എങ്ങനെ വരും? ഇതുവഴി കയറി ഈ ആൻഡ് ഗേറ്റ് വഴി കയറി ഈ ഓർ ഗേറ്റ് വഴി കയറി എവിടെ വരും? D3 വരും. ചുരുക്കം പറഞ്ഞാൽ Q0യുടെ ഔട്ട്പുട്ട് എവിടെ വന്നു? D1 വന്നു. Q1ൻ്റെ ഔട്ട്പുട്ട് എവിടെ വന്നു? D2 വന്നു. Q2ൻ്റെ ഔട്ട്പുട്ട് എവിടെ വന്നു? D3 വന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഷിഫ്റ്റിംഗ് ഒരു ഇൻപുട്ടിൻ്റെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് അടുത്ത ഇൻപുട്ടിൽ ഇൻപുട്ട്, ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട്, അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. ഇതാണ് സീരിയൽ. എന്നിട്ട് ലാസ്റ്റ് എവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും? Q3യിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ കൺട്രോൾ സിഗ്നൽ 0 കൊടുക്കുമ്പോൾ അത് ലോഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പാരലലി ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം കൺട്രോൾ സിഗ്നൽ 1 ആക്കിയിട്ട് ഷിഫ്റ്റ് മോഡിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ രണ്ട് ലൈൻ, ഈ ഓരോ നമ്മൾ 0യും 1ഉം കൊടുക്കുമ്പോൾ നമ്മുടെ മുകളിലത്തെയും താഴത്തെ ലൈനിൽ ഏതെങ്കിലും ഒരെണ്ണം 1 ആയിരിക്കും, ഒരെണ്ണം 0 ആയിരിക്കും. താഴത്തെ ലൈൻ 0 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യത്തില്ല, റൈറ്റ് സൈഡിലെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. മേളത്തെ ലൈനാണ് 1 എന്നുണ്ടെങ്കിൽ മേളത്തെ ലൈനാണ് 0 എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ ആൻഡ് ഗേറ്റുകളൊന്നും വർക്ക് ചെയ്തില്ല, ലെഫ്റ്റ് സൈഡിലെ ആൻഡ് ഗേറ്റുകൾ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ലോഡിൽ കിടക്കുമ്പോൾ പാരലൽ ഇൻപുട്ട് കൊടുക്കാം, ഷിഫ്റ്റിൽ കൊടുക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാം. ഇതാണ് ഷിഫ്റ്റും ലോഡും കൂടെ ചേർത്ത് പാരലലി ഇൻപുട്ട് കൊടുത്ത് സീരിയലി ഔട്ട്പുട്ട് എടുക്കുന്ന ഷിഫ്റ്റ് രജിസ്റ്റർ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇതിന് വിളിക്കുന്ന പേര് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് വിളിക്കുമെങ്കിലും പിന്നെ വേറൊരു പേരും കൂടെ വിളിക്കാറുണ്ട്, ഷിഫ്റ്റ് ആൻഡ് ലോഡ്, അല്ലെങ്കിൽ ലോഡ് ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്നും എന്തിനെ വിളിക്കാറുണ്ട്? ഈ ഒരു PISOയെ വിളിക്കാറുണ്ട്. ഇത് മാത്രമായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മൾ പഠിച്ചു. സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഇപ്പം പഠിച്ചു, പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മൾ പഠിച്ചു. ഞാൻ ഈ പറഞ്ഞ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഈ ഡയഗ്രാം വെച്ചിട്ടുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക്? ആയോ? കാർത്തികേ മോളെ മനസ്സിലായോടാ? ഹലോ, മനസ്സിലായി. എടാ പിന്നെ ആരാളെ? വിജിത്തെ മനസ്സിലായി. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഇനിയിപ്പം നിങ്ങൾക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ ബേസിക് ആയിട്ടുള്ള 4 ഷിഫ്റ്റ് രജിസ്റ്റർ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഷിഫ്റ്റ് രജിസ്റ്റർ ഞാനത് വരച്ച് കാണിക്കാം. ഇതിനകത്ത് കാര്യമില്ല, നമുക്ക് സ്ക്രീനിലോട്ട് പോകാം. ഒരു മിനിറ്റ്. ഓക്കെ 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 ഇതിക്ക് മറ്റേ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ വരയ്ക്കുന്ന ക്യാമറ ശരി. ഇതിനകത്ത് നമുക്ക് ഒരു മിനിറ്റ്. ഇവിടെ നമുക്ക് 2 ടൈപ്പാണ് മെയിൻ. അതിൽ ഒരു ടൈപ്പ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് സ്പെഷ്യലായിട്ട് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്ററാണ്. ഒരു ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്ററാണ്. ഇറ്റ് ഈസ് കോൾഡ് ഷിഫ്റ്റ് രജിസ്റ്റർ തന്നെയാണ്. നമ്മളതിനെ വേറെ പേരിട്ടാണ് വിളിക്കുന്നത്, റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞ് ഒരു ഇതിന് ശരിക്കും ഷിഫ്റ്റ് രജിസ്റ്റർ തന്നെയാണ്. നമ്മളത് ഒരു വേറൊരു പേരിട്ട് വിളിക്കുന്നുള്ളൂ. എന്ത്? റിംഗ് കൗണ്ടർ. ഇതിൻ്റെയൊക്കെ നമ്മൾ ഡയഗ്രാം നമ്മൾ കാണാൻ പഠിച്ചിരിക്കണേ. ഡയഗ്രാം ഒരു 4 ബിറ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു 4 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഒരു മിനിറ്റ്. ഒരു 4 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ വരച്ച് കാണിക്കാം. നമ്മൾ മറ്റേ ഇത് വരയ്ക്കുന്ന പോലെ തന്നെ 4 ബിറ്റ് ആണെങ്കിൽ നമ്മളിവിടെ നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ നമുക്ക് വേണം. ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ വരച്ചു. ഓക്കെ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ബേസ് വരച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ വരച്ചു തുടങ്ങണം. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്.
എല്ലാത്തിനും ക്ലോക്ക് വേണം. അതെല്ലാവർക്കും നമ്മൾ ഒരേ ക്ലോക്ക് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മൾ ഒരേ ക്ലോക്ക് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ ഫ്ലോയത്തിനങ്ങ് വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ എളുപ്പമുണ്ട്. ഇതെല്ലാത്തിനും നമ്മൾ സെയിം ക്ലോക്ക് സിഗ്നൽ നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെല്ലാത്തിനും നമ്മൾ പഠിച്ച പോലെ ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. ഈ റിംഗ് കൗണ്ടറിൻ്റെ കേസിൽ നമ്മൾ ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട്, ഇപ്പം നമുക്കിപ്പം ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല അത്. എന്നിട്ട് ഇവിടെ ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. ഈ റിംഗ് കൗണ്ടറിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. ഒന്ന്, ലാസ്റ്റിലത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മളൊരു ഫീഡ്ബാക്ക് എന്നുള്ള പോലെ ലാസ്റ്റിലത്തെ ഇൻപുട്ട് ഇതിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മളത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ബാക്കിയെല്ലാം നമ്മൾ ഓരോന്നിൻ്റെയും റൈറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്ത് പോകും. ലാസ്റ്റിലെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇതിപ്പോൾ ഞാനൊരു പേര് കൊടുക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്താ പറയുക, ഇതിന് D0, D1, D2, D3 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ D0, D1, D2, D3 ലാസ്റ്റിലെ ഫ്ലിപ്പ് ഫ്ലോപ്പായ D3യുടെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇത് ഔട്ട്പുട്ടിൻ്റെ പേരെന്തുവാ, Q3, ഇത് Q2, ഇത് Q1, ഇത് Q0 തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ Q3യുടെ ഔട്ട്പുട്ട് എടുത്തിട്ട് എവിടെ നമ്മൾ കണക്ട് ചെയ്യും? ഇത് D0 ആണ്, D1 ആണ്, D2 ആണ്, D3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ Q0 ഔട്ട്പുട്ട് എടുത്ത് തന്നെ എവിടെ കണക്ട് ചെയ്യും? ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇത് കൂടാതെ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഞാൻ വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് രണ്ട് ടേമുകൾ എനിക്ക് പറഞ്ഞു തരണം. പറഞ്ഞു തരേണ്ട ഒരു ടേം എന്ന് പറയുന്നത് പ്രീസെറ്റ് എന്ന് പറയുന്ന ടേമും രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ക്ലിയർ എന്ന് പറയുന്ന ടേമുമാണ്. പ്രീസെറ്റും ക്ലിയറും. എന്താണ് പ്രീസെറ്റ്, ക്ലിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും നമ്മൾ വിളിക്കുന്ന പേര് ഓവർ റൈഡിങ് സിഗ്നൽസ്. ഈ രണ്ടിനും നമ്മൾ വിളിക്കുന്ന പേര് ഓവർ റൈഡിങ് സിഗ്നൽസാണ്. എന്താണ് ഓവർ റൈഡിങ് സിഗ്നൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്ത് തന്നെ ആയാലും, എൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുള്ള ക്ലോക്ക് എന്ത് തന്നെ ആയാലും, ഈ ഔട്ട്പുട്ട് വാല്യൂ എനിക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, ഹാർഡ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സിഗ്നൽസാണ് ഓവർ റൈഡിങ് സിഗ്നൽസ്. അതായത് ഇൻപുട്ട് നമുക്ക് അറിയാവുന്ന കേസ് വെച്ചിട്ടാണെങ്കിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇൻപുട്ട് എന്ത് തന്നെയാണോ ഔട്ട്പുട്ട് അത് തന്നെയായിരിക്കും. ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. ഇതൊക്കെ നടക്കണമെങ്കിൽ ക്ലോക്കും വേണം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. എന്നാൽ ഈ ഫങ്ഷനാലിറ്റിയെ ഓവർ റൈഡ് ചെയ്യുന്ന രണ്ട് സിഗ്നൽസാണ് ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രീസെറ്റും ക്ലിയറും. അതായത് എൻ്റെ ഇൻപുട്ടിൻ്റെ വാല്യൂ എന്ത് തന്നെയായാലും, എൻ്റെ ക്ലോക്കിൻ്റെ വാല്യൂ എന്ത് തന്നെയായാലും, എൻ്റെ ഔട്ട്പുട്ട് എനിക്ക് സെറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കുന്നതാണ് പ്രീസെറ്റും ക്ലിയറും. ഈ രണ്ട് സിഗ്നലും ആക്റ്റീവ് ലോ സിഗ്നൽസാണ്. ഈ രണ്ട് സിഗ്നൽസും ആക്റ്റീവ് ലോ സിഗ്നൽസാണ്. എന്താണ് ആക്റ്റീവ് ലോ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ, ഈ സിഗ്നൽ ആക്റ്റീവ് ആകുന്നത് ആ സിഗ്നലിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ്. ഈ സിഗ്നൽസ് ആക്റ്റീവ് ലോ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, ഈ സിഗ്നൽസ് ആക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ ഈ സിഗ്നൽസ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ്. അതായത് പ്രീസെറ്റ് 0 ആകുമ്പോൾ പ്രീസെറ്റ് വർക്ക് ചെയ്യും, ക്ലിയർ 0 ആകുമ്പോൾ ക്ലിയർ വർക്ക് ചെയ്യും. ഇനി എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രീസെറ്റാണ് ഞാൻ ആക്റ്റീവ് ആക്കുന്നതെങ്കിൽ എൻ്റെ ഇൻപുട്ട് എന്ത് തന്നെയായാലും, ക്ലോക്ക് എന്ത് തന്നെയായാലും, എൻ്റെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പ്രീസെറ്റാണ് ഞാൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് പ്രീസെറ്റിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ, ആക്റ്റീവ് ലോ ആയതുകൊണ്ടാണ് പ്രീസെറ്റിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ, ആക്റ്റീവ് ലോ ആയതുകൊണ്ട് തന്നെ 0 ആകുമ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്. അത് ആക്ടിവേറ്റ് ആകുമ്പോൾ എൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് എന്ത് തന്നെയായാലും, എൻ്റെ ക്ലോക്ക് എന്ത് തന്നെയായാലും. പ്രീസെറ്റിൻ്റെ വാല്യൂ 0 ആയാൽ, പ്രീസെറ്റ് ആക്റ്റീവ് ആയാൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്തുമായിരിക്കും? 1 ആയിരിക്കും. ഇനി ക്ലിയറിൻ്റെ വാല്യൂ ആണ് 0 ആകുന്നത്, പ്രീസെറ്റ് അല്ല, ക്ലിയറിൻ്റെ വാല്യൂ ആണ് 0 ആകുന്നത്. അതായത് ക്ലിയർ ആണ് ആക്റ്റീവ് ആകുന്നതെങ്കിൽ എൻ്റെ ഇൻപുട്ട് എന്ത് തന്നെയായിരുന്നാലും, ക്ലോക്ക് എന്ത് തന്നെയായിരുന്നാലും, എൻ്റെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് ഔട്ട്പുട്ടിനെ ക്ലിയർ ചെയ്യുക, ഔട്ട്പുട്ടിനെ 0 ആക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? ക്ലിയർ ചെയ്യുന്നത്. ഔട്ട്പുട്ടിനെ സെറ്റ് ചെയ്യുന്ന, ഔട്ട്പുട്ടിനെ 1 ആക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? പ്രീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രീസെറ്റാണ് ഞാൻ 0 കൊടുക്കുന്നത്, പ്രീസെറ്റാണ് ഞാൻ ആക്റ്റീവ് ആക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ, ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആണ് ഞാൻ 0 കൊടുക്കുന്നത്, ക്ലിയർ ആണ് ഞാൻ ആക്റ്റീവ് ആക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് പ്രീസെറ്റ് എന്നും ക്ലിയർ എന്നും പറയുന്നുള്ള സിഗ്നൽ. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഉള്ളതാണ് പ്രീസെറ്റും ക്ലിയറും. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാനോ ക്ലിയർ ചെയ്യാനോ ഉപയോഗിക്കുന്ന രണ്ട് സിഗ്നൽസാണ്.
ഇനി ഇവിടെ നമുക്കത് ഈ ഒരു റിംഗ് കൗണ്ടറിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, എല്ലാ സിഗ്നലും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും പ്രീസെറ്റും ഉണ്ടാവും, ക്ലിയർ ഉണ്ടാവും. നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പ്രീസെറ്റിൻ്റെ ടോപ്പിൽ, നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ മുകളിലാണ് നമ്മൾ പ്രീസെറ്റിനെ നമ്മൾ വരയ്ക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ താഴെയാണ് നമ്മൾ എന്തിനാ വരയ്ക്കുന്നത്? ക്ലിയറിനെ വരയ്ക്കുന്നത്. എന്തിനാണ് ഞാനിവിടെ എല്ലാം ബബിൾ, ഒരു ചെറിയ ചെറിയ ബബിൾ ഇട്ടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്യുന്ന സിഗ്നൽ ആക്റ്റീവ് ലോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്, ഈ ബബിൾ കാണിച്ചേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ബബിൾ വെച്ച് ഞാനൊരു ലൈൻ വരച്ചാൽ അതിൻ്റെ മീനിങ് ആ ലൈനിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ ആണെന്നാണ് മീനിങ്. അത് നമ്മുടെ പ്രീസെറ്റും ക്ലിയറും നമ്മുടെ ആക്റ്റീവ് ലോ ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി ഇത്രേ ഉള്ളൂ. ഒരു ലൈൻ എടുക്കും, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വേറൊരു കളർ വരയ്ക്കാം. ഒരു ലൈൻ ഞാൻ എടുക്കും. ആ ലൈനിൽ നിന്ന് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും നാലാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും എവിടെ കണക്ട് ചെയ്യും? ഈ താഴത്തെ ഉള്ളതെല്ലാം ക്ലിയറാണേ, ഈ താഴെയുള്ളതെല്ലാം ക്ലിയറാണ്, ഇതെല്ലാം ക്ലിയറാണ്. മുകളിലുള്ളതെല്ലാം പ്രീസെറ്റാണ്, PR എഴുതാം. മുകളിലുള്ളതെല്ലാം പ്രീസെറ്റും താഴെയുള്ളതെല്ലാം ക്ലിയറുമാണ്. അപ്പോൾ ഞാനൊരു ലൈൻ എടുത്തിട്ട്, ഒരു സിഗ്നൽ എടുത്തിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഞാൻ എവിടെ കണക്ട് ചെയ്തു? ക്ലിയറിലേക്ക് കണക്ട് ചെയ്തു. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മാത്രം ഞാൻ എവിടെ കണക്ട് ചെയ്തു? പ്രീസെറ്റിലേക്ക് കണക്ട് ചെയ്തു. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മാത്രം ഞാൻ എന്ത് ചെയ്തു? പ്രീസെറ്റിലേക്ക് കണക്ട് ചെയ്തു. രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഞാൻ എവിടെ കണക്ട് ചെയ്തു? ക്ലിയറിലേക്ക് കണക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഓവർ റൈഡിങ് സിഗ്നലാണ്. OR എന്ന് എഴുതാം. ഓവർ റൈഡിങ് സിഗ്നലാണ് എൻ്റെ ഈ വരച്ചേക്കുന്ന ലൈൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞത് വർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇതാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചു. ഇനീഷ്യലി ഇപ്പം ഞാൻ ഒന്നും വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. ഇനീഷ്യലി സാധനങ്ങളൊന്നും വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. എൻ്റെ ഈ ഓവർ റൈഡ് സിഗ്നലിൻ്റെ വാല്യൂ 0 കൊടുത്ത് ഓവർ റൈഡിങ് സിഗ്നലിൻ്റെ വാല്യൂ ഞാൻ 0 കൊടുത്തെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കും? ഇവിടെ 0 കൊടുക്കുമ്പോൾ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ, അതായത് D1ഉം D2ഉം D3യിലേക്കും ഞാൻ ക്ലിയർ അല്ലേ കൊടുത്തേക്കുന്നത്? 0 കൊടുക്കുമ്പോൾ ഈ ക്ലിയർ ആക്റ്റീവ് ആവും, ഈ ക്ലിയർ ആക്റ്റീവ് ആവും, ഈ ക്ലിയർ ആക്റ്റീവ് ആവും. എന്ന് പറഞ്ഞാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും D1ൻ്റെയും D2ൻ്റെയും D3യുടെയും ഔട്ട്പുട്ട് എന്തുമായിരിക്കും? ഞാൻ പറഞ്ഞു, ക്ലിയർ ഞാൻ മാറ്റി കൊടുക്കുവാണെങ്കിൽ, ക്ലിയറിൻ്റെ വാല്യൂ ഞാൻ എന്ത് കൊടുക്കുവാണെങ്കിലാ, സ്ലോ കൊടുക്കുവാണെങ്കിൽ, ക്ലിയറിൻ്റെ വാല്യൂ 0 കൊടുക്കുവാണെങ്കിൽ ആ കൊടുത്തേക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഞാനത് കൊടുത്തേക്കുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് 0, ഇതിൻ്റെ ഔട്ട്പുട്ട് 0, ഇതിൻ്റെ ഔട്ട്പുട്ടും 0. അതേസമയം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ക്ലിയറിലേക്കല്ല, ഞാൻ കണക്ട് ചെയ്യുന്നത് എവിടേക്കാണ്? പ്രീസെറ്റിലേക്കാണ്. അതുകൊണ്ട് ഈ 0 എന്ന് പറഞ്ഞ സിഗ്നൽ പോകുന്നത് എങ്ങോട്ടാണ്? പ്രീസെറ്റിലേക്കാണ് പോകുന്നത്. അതായത് പ്രീസെറ്റാണ് ആക്റ്റീവ് ആകുന്നത്, വിച്ച് മീൻസ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഞാൻ പ്രീസെറ്റിൽ 1ഉം സെക്കൻഡും തേർഡും ഫോർത്തിലേക്ക് ക്ലിയറിലേക്കും കൊടുത്തേക്കുന്നുണ്ട്. എൻ്റെ ഇനിഷ്യൽ കണ്ടീഷനിൽ എൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? ആദ്യത്തിൻ്റെ ഔട്ട്പുട്ട് 1, 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 0. അപ്പം ഞാനൊരു ടേബിൾ പോലെ വരയ്ക്കുവാണെങ്കിൽ എൻ്റെ ഈ ക്ലോക്ക്, ഇവിടെ ക്ലോക്ക് എത്തുന്നുണ്ട്, ക്ലോക്ക് എൻ്റെ D0, D1, D2, D3 ഈ 4 D0, D1, D2, D3 വരയ്ക്കുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഒന്നും കൊടുക്കുന്ന ഇനീഷ്യൽ കണ്ടീഷനിൽ ക്ലോക്ക് ഒന്നും കൊടുക്കുന്നതിന് മുമ്പ്, ക്ലോക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എൻ്റെ ഫസ്റ്റ് D0യുടെ വാല്യൂ മാത്രം 1 ആയിരിക്കും. ബാക്കി D1ഉം D2ഉം D3യും വാല്യൂ എന്തുമായിരിക്കും? 0 ആയിരിക്കും. ശരിയാണേ? ഇതിന് ശേഷം നോക്കിയേ, ഞാൻ എൻ്റെ ലാസ്റ്റിലത്തെ ഔട്ട്പുട്ട് ഞാൻ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഫസ്റ്റിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണെങ്കിൽ ഈ ലൈനിൽ കൂടെ വന്ന് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് ഇപ്പോൾ എന്തുമായിരിക്കും? 0 ആയിരിക്കും. ശരിയാണോ? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് 0 ആയിരിക്കും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ കിടക്കുന്ന 1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്തുമായിരിക്കും? 1 ആയിരിക്കും. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 0 ആയതുകൊണ്ട് മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? ഇൻപുട്ട് എന്തുമായിരിക്കും? 1 ആയിരിക്കും. മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 0 ആയതുകൊണ്ട് നാലാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടും എന്തുമായിരിക്കും? 0 ആയിരിക്കും. ശരിയാണോ? ഇനി ആദ്യത്തെ ക്ലോക്ക് സൈക്കിൾ വന്നു വിചാരിക്കുക. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ വന്നു. നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന നെഗറ്റീവ് എഡ്ജില്ല, അവിടെ ഞാൻ താഴോട്ട് ഒരു ആരോ വേണേൽ വരച്ചേക്കാം എഡ്ജായിട്ട്. അപ്പോൾ ആദ്യത്തെ ക്ലോക്ക് സൈക്കിൾ വന്നു. എന്താ സംഭവിക്കും? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഇൻപുട്ടിൽ കിടക്കുന്ന എവിടെ പോകും? ഔട്ട്പുട്ടിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ ഇപ്പോൾ കിടക്കുന്ന 0 ആണെങ്കിൽ അതെവിടെ വരും? ഇവിടേക്ക് വരും. അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തുമായി? 0 ആയി. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തുമായി? 0 ആയി.
സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്തുമായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തുമാവും? 1 ആവും. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്തായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്തായിരുന്നു? 0 ആയിരുന്നുകൊണ്ട് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ എന്തായിരുന്നു? 1 0 0 0 ആയിരുന്നു. ഒരു ക്ലോക്ക് സൈക്കിൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ 0 ഇവിടെ കിടന്ന 0 ഇവിടെ വന്നു, ഫ്രണ്ടിൽ വന്നു, ഇവിടെ വന്നു. ഈ 1 എവിടെ വന്നു? ഇവിടെ വന്നു. ഈ 0 എവിടെ വന്നു? ഇവിടെ വന്നു. ഈ 0 എവിടെ വന്നു? ഇവിടെ വന്നു. വീണ്ടും അടുത്ത ക്ലോക്ക് സൈക്കിൾ എന്ത് സംഭവിക്കും? ഇവിടെ കിടക്കുന്ന 0 വീണ്ടും ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വന്നു. ഇവിടെ കിടന്ന 1 ഇവിടെ ഇപ്പോൾ ഈ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്തായിരുന്നു? 1 ആയിരുന്നു. അപ്പം അടുത്ത ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് ആണെങ്കിൽ എന്തുവാ ഇവിടെ 0 വന്നു, നമ്മുടെ ക്ലോക്ക് സൈക്കിൾ വന്നു. അപ്പോൾ ഈ 0 എവിടെ വന്നു? ഇവിടെ വന്നു. ഈ 1 എവിടെ വന്നു? ഇവിടെ വന്നു. ഈ 0 ഇവിടെ വന്നു, ഇവിടെ ഇങ്ങനെ പോയി. ഇനി അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് 1 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 1 നമുക്ക് ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്തുമായിരിക്കും? 1 ആവും. നാലാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇത് 0യും 0യും തന്നെ, വ്യത്യാസമൊന്നും വരത്തില്ല. ഇനി അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് 0 ആണ്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് 0 ആണ്, ഔട്ട്പുട്ടും 0. ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് എന്തുമായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തുവാണ്? 0 ആവും. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് 1 ആണെങ്കിൽ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 1 ആവും. ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടും തന്നെ ആയിരിക്കും 0 തന്നെ ആയിരിക്കും. ഇപ്പോൾ എന്താ സംഭവിച്ചു? വീണ്ടും കറങ്ങി വന്നു. ഈ 0 നമ്മളിവിടെ കിടക്കുന്ന ഈ 0 ഇവിടേക്ക് പോയി, ഇപ്പുറത്ത് കിടന്ന 0 ഇവിടെ വന്നു, 1 ഇങ്ങോട്ട് പോയി, 0 ഇവിടെ വന്നു. അപ്പോൾ 1 മൊത്തത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇനി അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിളാണ്. ഇനി അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ വീണ്ടും ഒന്ന് സംഭവിക്കും. ഈ കിടക്കുന്ന 0 വീണ്ടും തിരിച്ച് എവിടെ വരും? ഫ്രണ്ടിൽ വരും. ഈ 0 ഇവിടെ വന്നു, ഈ 0 ഇവിടെ വന്നു, ഈ 1 ഇവിടെ വന്നു. ഇനി ഒരു ക്ലോക്ക് സൈക്കിളുടെ വരുവാണെങ്കിൽ എന്തോ സംഭവിക്കും? ഈ കിടക്കുന്ന 1 വീണ്ടും തിരിഞ്ഞ് എവിടെ വരും? ഇവിടെ വരും. ഈ കിടക്കുന്ന 0 എവിടെ വരും? ഇവിടെ വരും. ഈ കിടക്കുന്ന 0 എവിടെ വരും? ഇവിടെ വരും. ഈ കിടക്കുന്ന 0 ഇവിടെ വരും. ഇനി അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുവാണെങ്കിൽ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 1 ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു സർക്കിൾ പോലെ, അതായത് റിങ് പോലെ, 1 ആദ്യം ഇവിടെ ആയിരുന്നു, അത് ഇവിടായി, അത് കഴിഞ്ഞ് ഇവിടായി, അത് കഴിഞ്ഞ് ഇവിടായി, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഇവിടെ വന്നു. ഇങ്ങനെ റിങ് പോലെ ഒരു 1 കിടന്ന് കറങ്ങുന്ന ഒരു കൗണ്ടർ ആയതുകൊണ്ടാണ് ഇതിനെന്ത് പേര് വിളിക്കുന്നത്? റിംഗ് കൗണ്ടർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ റിംഗ് കൗണ്ടർ ആകെ 4 വാല്യൂസേ കൗണ്ട് ചെയ്യുള്ളൂ. എന്തൊക്കെയാ? തുടങ്ങുന്നത് എവിടെ നിന്നായിരുന്നു? 1 0 0 0 തുടങ്ങി. അടുത്തത് 0 1 0 0 ആയി, 1 ഷിഫ്റ്റ് ചെയ്തു. അടുത്ത എന്തുവായി? 0 0 1 0 ആയി. അടുത്ത എന്തുവായി? 0 0 0 1 ആയി. വീണ്ടും തിരിച്ച് എന്തോ ചെയ്യും? ഈ 1 കൗണ്ട് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 4 സ്റ്റേറ്റുകളേ ഉള്ളൂ. ഏതൊക്കെയാ? 1 0 0 0യുടെ കറസ്പോണ്ടിങ് ഡെസിമൽ എന്തുവാ? 8. 0 1 0 0യുടെ കറസ്പോണ്ടിങ് എന്തുവാ? 4. 0 0 1 0യുടെ എന്തുവാ? 2. 0 0 0 1 എന്തുവാ? 1. ചുരുക്കം പറഞ്ഞാൽ ഈ റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞ കൗണ്ടർ എത്ര സ്റ്റേറ്റേ കൗണ്ട് ചെയ്യുള്ളൂ? 8 4 2 1, വീണ്ടും 8 4 2 1, വീണ്ടും 8 4 2 1, അങ്ങനെ 4 സ്റ്റേറ്റുകൾ മാത്രമേ ഈ റിംഗ് കൗണ്ടർ കൗണ്ട് ചെയ്യൂ. 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1, അങ്ങനെ 8 4 2 1 എന്ന് പറയുന്ന സീക്വൻസ് മാത്രം കൗണ്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പെക്യുലിയർ കൗണ്ടറാണ് നമ്മുടെ ഇപ്പോൾ പഠിച്ച ഏത് റിംഗ് കൗണ്ടർ എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? അപ്പോൾ ഈ റിംഗ് കൗണ്ടർ ഇപ്പം പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് ചെയ്യുന്ന നമ്പർ ഓഫ് കൗണ്ട് റിംഗ് കൗണ്ടർ കൗണ്ട് ചെയ്യുന്ന നമ്പർ ഓഫ് കൗണ്ട് ഈസ് ഈക്വൽ ടു റിംഗ് കൗണ്ടർ കൗണ്ട് ചെയ്യുന്ന നമ്പർ ഓഫ് കൗണ്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ്ഡ്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നോ അത്രയും കൗണ്ട് ചെയ്യും, അത്രയും സ്റ്റേറ്റുകൾ കൗണ്ട് ചെയ്യും. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാലും മതി. അത്രയും എത്ര സ്റ്റേറ്റ് കൗണ്ട് ചെയ്യും, എത്ര വാല്യൂസ് കൗണ്ട് ചെയ്യും, എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തുള്ളത് കൊണ്ട് 4 കൗണ്ട് ചെയ്യുള്ളൂ. 8 4 2 1. ഇതിപ്പം 5 സ്റ്റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ 5 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യുന്നത്. 6 6. അപ്പോൾ എത്രയാണോ എൻ്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു റിംഗ് കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. പ്രീസെറ്റ് എന്താണെന്ന് ക്ലിയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. റിംഗ് കൗണ്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഡയഗ്രാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? റിംഗ് കൗണ്ടർ എന്താണെന്ന് മനസ്സിലായോ മക്കളെ? ഹലോ,
എവിടാ മനസ്സിലായി സർ. ആർഷേ മനസ്സിലായോ ഞാൻ? മീനാക്ഷി മനസ്സിലായി. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട സാധനമാണ്. കാരണം നമുക്ക് ലാബിലോ അത് ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് റിംഗ് കൗണ്ടർ, ഇതിൻ്റെ കൂടെ ഒരു കൗണ്ടർ ഉണ്ട്, ഇതിൻ്റെ കൂടെ ഒരു കൗണ്ടർ ഉണ്ട്, ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും കൂടെ ഒരുമിച്ച് മിക്കവാറും എല്ലാ തവണയും പരീക്ഷയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അത് എന്താണ് റിംഗ് കൗണ്ടർ, എന്താണ് ജോൺസൺ കൗണ്ടർ എന്നുള്ള കാര്യം. അപ്പോൾ ഈ റിംഗ് കൗണ്ടർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം. ഞാൻ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ശരി, താങ്ക് യു.